കാരണം നല്ല മൈലേജ് ഉള്ള ഡീസൽ വണ്ടികൾ കുറെ ഉണ്ട് അല്ലേ? ഡീസൽ വണ്ടികളുണ്ട് നമ്മളായിട്ട് സ്റ്റോക്ക് ഉണ്ട്, ഇപ്രാവശ്യം കൂടുതലാണ്. പിന്നെ ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം, അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും അല്ലേ? അപ്പോൾ ആൾക്കാർ ചോദിക്കും സ്വിഫ്റ്റ് നീ എവിടെയും കണ്ടില്ല എന്ന് ചോദിക്കും. പക്ഷേ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, ഡിസയർ ആണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഇത്രയും വൃത്തിയുള്ള ഒരു എർട്ടിക ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഏറ്റവും പുതിയ മോഡലുള്ള ഒരു പെട്രോൾ സിറ്റി അല്ലേ, ഹോണ്ട സിറ്റിയാണ്. ഇത് ഏതൊക്കെ മോഡൽ? 2020 മോഡൽ ന്യൂ ഷേപ്പ്. ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഇന്ന് എടുക്കുന്ന പൈസക്ക് അടുത്ത കൊല്ലം വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം. 20ന്റെ മേലെ മൈലേജ് കിട്ടും. അതെ. ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു ഷോറൂം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. തൊട്ട് പുറകിൽ തന്നെ വളരെ വലുപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിലാണ് കേട്ടോ. ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ബ്രോസിൽ കുറച്ചധികം നല്ല വണ്ടികളുണ്ട്. നല്ല വണ്ടികൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും വണ്ടികളെല്ലാം തന്നെ ഡീസൽ വണ്ടികളായിരിക്കും. അതിനകത്ത് നല്ല മൈലേജ് ഉള്ള, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള, മാക്സിമം നിങ്ങൾക്ക് ലോണോട് കൂടിയിട്ടൊക്കെ തരാൻ പറ്റുന്ന വണ്ടികളായിരിക്കും ഇവിടെ ഉണ്ടാവല്. അപ്പോൾ നമ്മളിവിടെ എപ്പോൾ വന്ന് നമ്മളൊരു വീഡിയോ ഇട്ടാലും ഇവിടുന്ന് ഒരുപാട് വണ്ടികൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും വീഡിയോ മിസ് ചെയ്യാണ്ട് മുഴുവനും കാണണം. എന്തായാലും ഇവരുടെ ലൊക്കേഷൻ ഞാനെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഗുരുവായൂർ മമ്മിയൂർ LF കോളേജിൻ്റെ തൊട്ടടുത്ത്. ഇവിടെ ഒരു LF കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. അത് എല്ലാവർക്കും ഫേമസ് ആണ്. അവരോട് ചോദിച്ചാൽ മതി. ആ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ ഷോറൂം വരുന്നത്. അതിൻ്റെ തൊട്ടടുത്തൊരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെ. അപ്പോൾ ഷോറൂം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തോ. നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും അന്വേഷിക്കുന്ന വണ്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നല്ല മൈലേജ് ഉള്ള ഡീസൽ വണ്ടികൾ കുറേ ഉണ്ട് അല്ലേ? ഡീസൽ വണ്ടികളുണ്ട് നമ്മളായിട്ട് സ്റ്റോക്ക് ഉണ്ട്, ഇപ്രാവശ്യം കൂടുതലാണ്. അതെ. അപ്പോൾ എന്തായാലും നല്ലൊരു ഡീസൽ വണ്ടിയൊക്കെ നോക്കുന്നവർ കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി മോഡൽസ് ആണ് കേട്ടോ. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ വീഡിയോൻ്റെ മേലഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മുടെ ഹുസൈനിക്ക് ഉണ്ടോ? ഹുസൈൻകാ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എന്നാലും ഈ ഒരു ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ? ഇത് 2017 മോഡൽ. 17 ഇത് വേരിയന്റ് ഏതാ? ഇത് LDI ഓപ്ഷനിലാണ് അല്ലേ? 2 ഡോർ വിൻഡോ അല്ലേ വരുള്ളൂ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. പിന്നെ ഡീസൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം, അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും അല്ലേ? 20 കിട്ടൂലേ? 20 കിട്ടും അല്ലേ? ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 65,000 കിലോമീറ്റർ ഓടിയത്. സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർ അല്ലേ? ഈ 65,000 ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. സിംഗിൾ ഓണർ ആയതുകൊണ്ട് ചോദിച്ചിട്ട് വേറെ അപാകതകളൊന്നും ഉണ്ടാവില്ല അല്ലേ? മേജർ ആയിട്ട് ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും കാര്യമായ സ്ക്രാച്ചസോ ഡെന്റോ ഒന്നുമില്ല. ടയർ വാങ്ങൽ സെക്കൻഡ് ടയർ ആണല്ലേ? അതെ. നല്ല കട്ടയുള്ള ടയറാണ്. എങ്ങനെ പോയാലും ഒരു 90% കട്ടയുള്ള ടയറാണ്. പിന്നെ ഒരു ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടി അല്ലേ? ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്കൊരു 6,85,000 കൊടുക്കാം. 6,85,000. 2017 LDI അല്ലേ? ഒരു 2 ഡോർ പവർ വിൻഡോ മാത്രമേ കുറവുള്ളൂ. അതെ അല്ലേ? 2 ഡോർ പവർ വിൻഡോന്റെ കുറവുള്ളൂ. അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം VDI ആയി അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. 6,85,000 വരെ നമുക്ക് ലോണും കൊടുക്കാം. നമ്മൾ പറയുന്ന പ്രൈസുകൾ നെഗോഷ്യബിൾ ആണോ? ഇത് ലാസ്റ്റ് ആണ്, നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മുടെ ഒരു ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്നേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ എന്തായാലും 6,85,000 രൂപ, 6 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒരു 85,000 രൂപയുടെ ഉള്ളിൽ കൊണ്ടുവരെ ഇപ്പൊ മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റിംഗർ, അതായത് വാഗണറിന്റെ ഒരു സ്പെഷ്യൽ സാധനം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതാണൊക്കെ തോന്നും, പക്ഷെ ഇത് അതല്ല അല്ലേ? വാഗണർ തന്നെയാണ്. 2018 ഇത് VXi പ്ലസ് ആയി. വാഗണർ. ഓക്കെ. ഇത് ശരിക്കും 2018 മോഡലാണ്. ഈ VXi പ്ലസ് വരുമ്പോൾ പ്രൊജക്ടർ ഒക്കെ വരും അല്ലേ? പ്രൊജക്ടർ വരും, അലോയ് വരും, കമ്പനി സ്റ്റീരിയോ വരും. അതായത് നമ്മുടെ സാധാ വാഗണറിന്റെയും പുതിയ മോഡൽ വാഗണറിന്റെയും ഇടയിലുള്ള ഒരു അല്ലേ? ഇത് അധികം ഇല്ലാത്തൊരു സാധനവും കൂടിയാണ് കേട്ടോ. VXi പ്ലസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരും. ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് 80,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ വണ്ടി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 80,000 ഓട്ടം, സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല നീറ്റാണ് കേട്ടോ. ബോഡി വൈസ് ഒക്കെ ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടോ, നമ്മൾ അത്യാവശ്യം പുറമേ നിന്ന് കാണുന്ന ഒരു സംഭവം വെച്ചാണ് വീഡിയോ ചെയ്യല്. അപ്പൊ അങ്ങനെ പുറമേ നോക്കുമ്പോൾ നിലവിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വരുന്ന സമയത്ത് എഞ്ചിനും കാര്യങ്ങളൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലേ? എടുത്താൽ മതി. അതെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ, നീറ്റ് വണ്ടി. ഓക്കെ. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? നമുക്ക് 4,20,000 കൊടുക്കാം. 4,20,000 രൂപ. 2018 VXi പ്ലസ് ഈ ഒരു സ്പെഷ്യൽ സാധനം 4,20,000 രൂപ. നമുക്ക് എന്തായാലും ഒരു 16-17 മൈലേജ് കിട്ടും. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കാര്യമായ കംപ്ലൈൻസും ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്.
താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏകദേശം നമുക്ക് 4 ലക്ഷം ലോണും കൊടുക്കട്ടെ വണ്ടി. 4 ലക്ഷം കൊടുക്കാം അല്ലേ? 20,000 രൂപ മതി. 20,000 രൂപയിൽ അത് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും വൈറൽ സാധനമാണ് ബലേനോ ഡീസൽ അല്ലേ? 20 മേലെ മൈലേജ് കിട്ടുന്ന A to Z ഓപ്ഷൻസ് വരുന്ന വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണോ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആൽഫ. ഏതാ മോഡല്? 2018. 18 അല്ലേ? മോഡൽ കൂടിയ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഡീസൽ വണ്ടിയിലെ ലാസ്റ്റ് വണ്ടികളാണ് അല്ലേ? ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് 80,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണല്ലേ? പിന്നെ ഡീസൽ വണ്ടിയാണ്, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ നോക്കിയിട്ട് ഒരു കാര്യമില്ല, എന്തായാലും ഓടിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ബോണറ്റ് മാറിയിട്ടുണ്ട്. അത് ആക്സിഡന്റ് അല്ല, ഒരു ടൈല് വീണാണെന്നാണ് പാർട്ടി പറഞ്ഞത്. അവരടുത്ത് ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണോ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ? ഏറ്റവും ടോപ്പ് വണ്ടി അൽഫയാണ്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ സെക്കൻഡ് ടയർ ഏകദേശം ഒരു 70% ഉണ്ട് അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബോഡി വൈസ് കാണുന്ന സ്ഥലത്ത് ഒരു സ്ക്രാച്ചസോ ഡെന്റോ പൊട്ടലോ ഒന്നും എവിടെ ഇല്ല. ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം അല്ലേ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? നമുക്ക് ലാസ്റ്റ് ഒരു 6,900 കൊടുക്കാം. 6,900 കൊടുക്കാം. 18 ലക്ഷം രൂപ ലോണും കിട്ടും. ആണോ? അപ്പൊ ഒരു ഡീസൽ വണ്ടി എടുക്കാൻ വെറും 40,000 രൂപ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളൊരു 6 ലക്ഷം രൂപ ലോൺ ഇട്ടു വിചാരിക്കാം, ഒരു മാസം എത്ര രൂപ അടവ്? ഒരു 15ന്റെ അടുത്ത് വരും. 15 അല്ലേ? അത് 2,350 രൂപ 1 ലക്ഷത്തിന്. 1 ലക്ഷത്തിന്. അപ്പൊ ഏകദേശം ഒരു 15,000 രൂപ മാസം അടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ. വെറും 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. അതും നെഗോഷ്യബിൾ ആണ്. ഒന്ന് നോക്കിക്കോട്ടെ അല്ലേ? നല്ല ഡീസൽ വണ്ടി വേണ്ടവര്. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലേക്കാ? സ്വിഫ്റ്റ് ആണെങ്കിൽ 2014-15 വണ്ടി. 14-15 അല്ലേ? ഈ ഒരു ഷേപ്പിലെ ലാസ്റ്റ് വണ്ടികളിലേക്ക് വരുന്ന ഒരു വണ്ടി എന്ന് വേണേൽ പറയാം. ഡീസൽ പെട്രോളോ? ഇത് ഡീസൽ തന്നെ അല്ലേ? ഡീസൽ ആയതുകൊണ്ട് എത്ര ഓടിയിട്ടുണ്ട്? 130 ഓട്ടം, മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടി. നീറ്റ് വണ്ടിയാണ് അല്ലേ? VDI ആണോ? VDI ആണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ബേസിക്കലി വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട്, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? എല്ലാം വരും. ഏകദേശം നമുക്ക് ഒരു ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് 3,900 കൊടുക്കാം. ഇത് 3,800 കൊടുക്കാം. 2014-15 ഫുൾ ലോൺ കിട്ടും. അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കിക്കോട്ടെ. കാരണം ഈ ഒരു മോഡൽ ഡീസൽ വണ്ടി ഈ ഒരു വിലയ്ക്ക് ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല അല്ലേ? ഏകദേശം സ്റ്റോക്ക് വിലക്ക് കൊടുത്ത് ഒഴിവാക്കണം അല്ലേ? ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും മേജർ ഒന്നുമില്ല. മേജർ സർവീസ് കഴിഞ്ഞുള്ള വണ്ടിയാണ്. ഓക്കെ. മെയിൻ ഗ്ലാസോ ബോണ്ടോ ഒന്നും മാറിയില്ല. 130 ഓടിയെങ്കിലും ഒരു പ്രശ്നമില്ല. ഇത് ഓണർഷിപ്പ് ഏതാ? തേർഡ് ഓണർഷിപ്പ് ആണ്. പക്ഷെ എന്നാൽ നമുക്ക് ഈ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ടയർ നല്ല കട്ടയുണ്ടല്ലോ അല്ലേ? ഏകദേശം ഫ്രണ്ട് 2 പുതിയ ടയർ എന്ന് തന്നെ പറയാം കേട്ടോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഫുൾ ലോണിൽ ഒരു സ്വിഫ്റ്റ് വേണ്ടവര്. ഇതും നമുക്ക് ഏകദേശം ഒരു 8,000-9,000 ഒക്കെ ഒരു മാസം അടയ്ക്കാണെങ്കിൽ വരുള്ളൂ അല്ലേ? ഓക്കെ. അതെന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോട്ടോ. 10,000 രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാം. 1 രൂപ കൊടുക്കണ്ട. അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇത് ഡീസലാണോ? അത് ഡീസൽ ലിവ. ഇത് പ്ലാറ്റിനം ആണോ അതോ ആക്കിയതാണോ? അല്ല, 2015 മോഡൽ. അപ്പൊ എന്തായാലും കമ്പനി പ്ലാറ്റിനം വരുന്ന വണ്ടിയാണ് ഇത്. 2 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. അതെ അല്ലേ? 15 എത്ര ഓടിയിട്ടുണ്ട്? ഇതിന് 130 ഓട്ടം, സിംഗിൾ ഓണർ വണ്ടി. 130 ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർ. പിന്നെ ഇതിന്റെ അകത്തൊരു കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പറിച്ച് കളഞ്ഞാൽ മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ RTO പിടിക്കും അല്ലേ? 1,000-500 ഒക്കെ വെച്ച് മേടിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. 2015 ഓട്ടം എത്രയാ? ഇത് ഓട്ടം 130. കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? പിന്നെ ടൊയോട്ടയുടെ വണ്ടി ആട്ടോ. 130 ഒന്നും ഇതിനൊന്നുമല്ല. അതായത് 130 എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ലോ കിലോമീറ്റർ. പിന്നെ 15 മോഡലും ആണല്ലോ. ടയർ ഭാഗങ്ങളൊക്കെ ഫ്രണ്ട് 2 പുതിയതാണല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കാരണം ഈ മോഡൽ കുറച്ച് കൂടുതൽ കിലോമീറ്റർ ഓടുമ്പോഴേ നോർമലി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നോർമലി വന്നിട്ടുണ്ടാവും കേട്ടോ. ബമ്പർ സൈഡിലൊക്കെ റീപെയിന്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ബോഡിയിലേക്കൊന്നും കയറിയിട്ടില്ല അല്ലേ? ബമ്പർ അടിച്ചിട്ടുണ്ട്, ബാക്ക് ബമ്പറും ഫ്രണ്ടും അടിച്ചിട്ടുണ്ട് അല്ലേ? അത് നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ബോഡി വൈസ് ഒക്കെ വണ്ടീന്റെ കോലം എന്താണെന്നുള്ളത് നല്ലോണം ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം എടുക്കുക. പഴയ വണ്ടികളാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ. എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 5 രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപ ലോണും കൊടുക്കാം അല്ലേ? 2015 വണ്ടി. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? അല്ല, അന്ന് ഏറ്റവും ടോപ്പിന്റെ താഴെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഇല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സെന്റർ, ബാക്കി എല്ലാ സാധനം വരും. VD ആണ് വേണ്ടിട്ട്. V ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 20-25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയും കൂടിയാണ് അല്ലേ? ഡീസൽ ആയതുകൊണ്ട്. 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 4.5 ലക്ഷം രൂപ ലോണ് കിട്ടും. 50,000 രൂപ മതി. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കയറ്റി കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും അല്ലേ? പിന്നെ ഫുൾ ലോണിന്റെ കാര്യം മാക്സിമം പറയാൻ താല്പര്യമില്ലാണ്ട് നിൽക്കുന്നത്. അതെ.
നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഫുൾ ലോണിൽ വണ്ടി തരും കേട്ടോ. നെഗോഷ്യബിളുമാണ് പ്രൈസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇഗ്നിസും കൂടി കാണിച്ചു തരാം കേട്ടോ. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. ഏതാ ഇത് മോഡലൊക്കെ? 2018-19 രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർ സീറ്റ. ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെ, ഏറ്റവും ടോപ്പിന്റെ താഴെയുള്ള വണ്ടി. 4 അലോയ്സ് ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും വരില്ല. ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരും കേട്ടോ. ഇത് എത്ര ഓടിയുണ്ട്? ഇത് 54,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർ. 54,000 സിംഗിൾ ഓണർ. ഇത് ഹിസ്റ്ററി കിട്ടും നമുക്ക്? ഹിസ്റ്ററി ഫുൾ ഹിസ്റ്ററി കിട്ടും അല്ലേ? ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതില് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് AMT വരുന്നതാണ്. അത്യാവശ്യം മൈലേജ് കാരണം വലിയ ലാഗിങ് ഉണ്ടാവില്ല. ഈ നെക്സ സെഗ്മെന്റിൽ വരുന്ന വണ്ടിക്ക് ലേശം ഒരു ക്വാളിറ്റി വ്യത്യാസം, ബോഡി വെയിറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ റിറ്റ്സിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റിറ്റ്സിന്റെ ഒക്കെ സീറ്റിംഗ് ഒക്കെ സെയിം ആണ് അല്ലേ? അതെ. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ വണ്ടി. എൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് വണ്ടിയും കൂടിയാണ്. ഇത് നമുക്ക് പ്രൈസ് എത്ര വരും? പ്രൈസ് നമുക്ക് 5,75,000 രൂപ കൊടുക്കാം. 5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 75 രൂപ കാണണം. അതെ. നെഗോഷ്യബിൾ ആവുമോ? 90 പറഞ്ഞ റേറ്റ്, കുറച്ച് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും ചെയ്ത് കൊടുക്കാം നമ്മുടെ ആൾക്കാർക്ക്. ആയിക്കോട്ടെ. പിന്നെ എനിക്കൊന്നും സെക്കൻഡ് ടയർ ഇട്ടിട്ടില്ല തോന്നുന്നു അല്ലേ? സെക്കൻഡ് ടയർ ഇട്ടുണ്ട്. ഫ്രണ്ട് 2 ഉണ്ട് അല്ലേ? ബാക്കിലാണ് കുറവുള്ളത്. അത് നിങ്ങളൊന്ന് കണ്ടാൽ മതി. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല വൃത്തിയുള്ള ഒരു വണ്ടി നോക്കുന്നവർ, അതും സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇൻഡിക്കയും കൂടി കാണിച്ചു തരാം. അതും ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. ഇത് ഏതൊക്കെ മോഡല്? 2011 മോഡൽ. 11 11 എത്ര ഓട്ടോ? 90,000 കിലോമീറ്റർ ഓടിയത്. ഹൈ ക്വാളിറ്റി വണ്ടി. ഈ 11 90 ജെനുവിൻ ആണ്. ജെനുവിൻ കിലോമീറ്റർ ഇഞ്ച് സ്റ്റാർട്ട് ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ ഇന്ത്യയിൽ കണ്ടാലും അറിയാൻ പറ്റും എത്ര ഓടിയിട്ടുള്ളൂ. അതെ. പക്ഷെ സംഭവം വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ ക്വാർട്ടർ എഞ്ചിൻ വരുന്ന ഡീസൽ വണ്ടി അല്ലേ? നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ ആ പഴയ സെയിം എഞ്ചിനാണ്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഓടിക്കാം. കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവുമാണ് അല്ലേ? പിന്നെ ഇൻഡിക്കേറ്റർ ഉള്ളിലായി പോയി അത് വെച്ചതെന്നുള്ളൂ. ആ ഒരു വ്യത്യാസമുള്ളൂ. ഇപ്പൊ ടാറ്റയുടെ വണ്ടികളൊക്കെ ഒരു ഇതൊക്കെ നല്ല വണ്ടിയാണ്. പക്ഷെ പണ്ടത്തെ ഇൻഡിക്കയാണ്. ഇതിലൊരു ഇടി കിട്ടിയാല് എന്താ പറയാ, പാണ്ടിലോറി കയറിയാലും ആൾക്ക് ഒന്നും പറ്റില്ല. അന്നത്തെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ 4 ടയറും ഏകദേശം 90% തന്നെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ടയറാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല അല്ലെ? ഓക്കെ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് ഒരു 1,70 കൊടുക്കാം. 1,70. 2011 വണ്ടി. കുറയാനുണ്ടോ? ഇല്ല, അത് ലാസ്റ്റ് വണ്ടി. 1 രൂപയുടെ വർക്കില്ല വണ്ടി, ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു ഇൻഡിക്ക. 1,70,000 രൂപ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നിയേക്കാം. പക്ഷേ വണ്ടി ക്വാളിറ്റി ഉണ്ട്. അതായത് ഈ ഒരു റേറ്റിൽ നിങ്ങൾ ഇത് ഇത്രയും വലിയൊരു വണ്ടി എടുത്താൽ നിങ്ങൾ ഇതിന്റെ മേലെ 1 രൂപ മുടക്കേണ്ടി വരില്ല. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്തോട്ടോ. നല്ല വൃത്തിയുള്ളൊരു വണ്ടിയും കൂടിയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എവിടെയും അങ്ങനെ കാണാത്ത, അന്വേഷിച്ചിരുന്ന കിട്ടാത്തൊരു വണ്ടിയാണല്ലേ ഇത്? അപ്പോൾ ആൾക്കാർ ചോദിക്കും സ്വിഫ്റ്റിന് എവിടെയും കണ്ടില്ല എന്ന് ചോദിക്കും. പക്ഷെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഡിസയർ ആണ്. ഇത് ഏതാ മോഡലൊക്കെ? 2017 മോഡൽ. 17 ആണ് അല്ലേ? 17 ഡിസയർ ഓട്ടോമാറ്റിക് AMT വരുന്ന ഡീസൽ വണ്ടി. നല്ല മൈലേജ് കിട്ടൂലേ ഇതിന്? എന്തായാലും 20 മേലെ കിട്ടൂലേ? 20 മേലെ കിട്ടും അല്ലേ? നോർമൽ തന്നെ 20 കാണിക്കുന്നുണ്ട്. ഇതിപ്പോ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 65,000 കിലോമീറ്റർ ഓട്ടം. 65,000 ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. ഓടാത്ത ടയറാണ് കേട്ടോ. ബാക്കിൽ ഏകദേശം ഒരു 70% ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ? ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും ആ ഒരു കമ്പനി വന്ന സാധനങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 6,75 കൊടുക്കാം. 6,75,000 രൂപ. ഒരു 6 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അപ്പോൾ ഒരു 25,000 രൂപ വേണം. 25,000 രൂപയിൽ എന്തെങ്കിലും ഒന്ന് കുറയൂലേ? വേറെ ഒരു തരത്തിലുള്ള അപാകത ഇല്ലല്ലോ അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഓക്കെ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഓട്ടോമാറ്റിക് വണ്ടി വേണം, അതിന് നല്ല മൈലേജ് വേണം, ഡീസൽ ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സാധനം. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏകദേശം 25,000 രൂപയുടെ ഉള്ളിൽ കയ്യിൽ വെച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. മാസം ഒരു 15,000 രൂപ അടയ്ക്കാൻ റെഡിയാണെങ്കിൽ അല്ലേ? എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഇത്രയും വൃത്തിയുള്ളൊരു എർട്ടിക ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ പലരും പറയും ഞാൻ വെറുതെ നിങ്ങളെ കൂടി തള്ളുന്നതാണെന്ന് പറയും. നിങ്ങൾ ആര് വേണേലും ഇവിടെ വന്ന് നോക്കിക്കോ. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ വണ്ടിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് വേണേലും പറയാം അല്ലേ? എന്റെ നമ്പർ തരാം, വിളിച്ചു പറഞ്ഞോ. അത്രയ്ക്കും വൃത്തിയുണ്ട് ഇത് പുറമേന്ന് കാണുമ്പോൾ. അതും ഡീസൽ വണ്ടിയാണ്. ഇത് ഏതൊക്കെ മോഡലൊക്കെ? 2012-13 രജിസ്ട്രേഷൻ എർട്ടിക ZDI. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയതാണോ? ഹെഡ്ലൈറ്റ് നമ്മള് ചെറിയ മങ്ങിച്ചുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് തന്നെ ഷോറൂമിൽ തന്നെ മാറിയതാണ്. ബോണ്ടും സംഭവം ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് മാത്രം പോളിഷ് ചെയ്തപ്പോ ഇതിന് ചെറിയൊരു മങ്ങൽ കണ്ടപ്പോ മാറിയതാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ആ വണ്ടി അത്രയും വൃത്തിക്ക് നിൽക്കുന്നത്. അതും 12 മോഡൽ 13 രജിസ്ട്രേഷൻ ഒന്നും കണ്ടാൽ ഒരിക്കലും പറയില്ല അല്ലെ? ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്.
ഇത് ഡീസൽ ആയതുകൊണ്ട് തന്നെ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.18 അത്ര ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ഉണ്ട്. അതായത് 12-13 മോഡലിനെ അപേക്ഷിച്ച് 1.18 എന്ന് പറയുന്നത് ലോ കിലോമീറ്റർ തന്നെയാണ് അല്ലേ? പിന്നെ സിംഗിൾ ഓണറുമാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. നീറ്റ് വണ്ടി കേട്ടോ, എക്സ്ട്രാ നീറ്റ് വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 70% ഉണ്ട്. അലോയ് വീൽസ് കാര്യങ്ങളുണ്ട്. അന്ന് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, 2012-13 മോഡലിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു അന്ന് നല്ലൊരു പൈസ ഉണ്ടാവില്ല, 10-12 ലക്ഷം രൂപ അന്ന് വിലയുള്ള വണ്ടിയാണ് അല്ലേ? അത്രയും വരില്ലേ? നല്ല ഡിമാൻഡ് നല്ല മൈലേജ് ഉള്ള വണ്ടി. ഈ വിലക്ക് നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ വേറൊന്നും. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 4.25 കൊടുക്കാം. 4.25. ഓക്കെ, പിന്നെ ഇതൊക്കെ 3 ലക്ഷം രൂപ ലോൺ കൊടുക്കാം അല്ലേ? ഇതൊക്കെ 12 മോഡൽ 13 ആണെങ്കിലും 4.25 എന്ന് പറയുന്നത് വലിയ വിലയാണെന്ന് ഞാൻ പറയില്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, കുറച്ച് ഡിമാൻഡ് ഉള്ള കാരണമാണ് റേറ്റ്. നിങ്ങൾ അടുത്ത കൊല്ലം വിൽക്കുകയാണെങ്കിൽ ഈ പൈസ കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. 4,25,000 രൂപ 3.5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ചെറിയൊരു നെഗോസിയേഷൻ ഉണ്ടാവൂലേ? ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് അവർ വരുമ്പോൾ ഒരു സന്തോഷത്തിന്റെ പേരിൽ എന്തെങ്കിലും എന്തായാലും നമ്മള് ഇവരുടെ ഹുസൈൻ ഖാന്റെ എല്ലാ വീഡിയോസും മാക്സിമം നെറ്റ് റേറ്റ് ആണ് പറയലല്ലേ? നമ്മളെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം വണ്ടികൾ സെയിൽ ആവലുണ്ട്. അതെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ, 3.5 ലക്ഷം രൂപ ലോണും കിട്ടും. 75 രൂപയുടെ ഉള്ളിൽ കൈവച്ച് പോരെ അടിപൊളി ക്വാളിറ്റിയിലുള്ള നല്ല വൃത്തിയുള്ള ഒരു എർട്ടിക കൊണ്ടുപോകും. ഇത് പറഞ്ഞാൽ പുതിയത് വാങ്ങണം എന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അല്ലേ? സാൻഡ്രോ ഏകദേശം നിർത്തിയില്ലേ? നിയോസ് വന്നു. അതെ. ഇതിപ്പോ ഏതാ മോഡലൊക്കെ? 2019 ലാസ്റ്റ് വണ്ടി. 19 ലാസ്റ്റ് ആണ്. അപ്പൊ ഈ സാൻഡ്രോ സീരീസിലെ അവസാനത്തെ വണ്ടി എന്ന് വേണേൽ പറയാം അല്ലേ? ഇത് ശരിക്കും എത്ര ഓട്ടോ ഒക്കെ? ഇത് 25,000 ഓടിയ വണ്ടി. 25,000 ഓടിയിട്ടുള്ളൂ. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സ്പോർട്സ് ആയതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അലോയ് വീൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് അല്ലേ? ക്യാമറ ഉണ്ടാവും. എല്ലാം സാധനവും വരുന്നുണ്ട്. ഇന്റീരിയറൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബോഡി വൈസ് കുഴപ്പമില്ല. ഓട്ടോമാറ്റിക് ആണോ ഇത്? ഓട്ടോമാറ്റിക്. AMT ആണോ വരുന്നത്? AT ആണോ AMT ആണോ? AT ആണ്. അതെ. AMT അല്ല കേട്ടോ, AT ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കയറ്റത്ത് നിർത്തിയാൽ ബാക്കോട്ട് ഉരുണ്ടു പോവുക, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി ഒരു കംഫർട്ടും ആയിരിക്കും അല്ലേ AMT-നേക്കാളും? ഈ 25 ഓടി ടയറല്ലേ കിടക്കുന്നത്? അതെ, 25,000 ഓടിയൊക്കെ ടയർ. സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല, ക്ലീൻ ആണ്. ഈ ഒരു സംഭവം റീപ്ലേസ് ഇല്ലല്ലോ? കറക്റ്റ് ഹിസ്റ്ററി എല്ലാം എടുത്തു കൊടുക്കാം. ഓക്കെ, അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു സാൻഡ്രോ ആണ്. ആരെങ്കിലും ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കി. ഇത് പുതിയ എന്ത് വില ഉണ്ടായിരുന്നു? 8 ലക്ഷം 6.85 അല്ല 7.85 വില ഉണ്ടായിരുന്നു അന്ന് ഇറങ്ങുമ്പോൾ സ്പോർട്സിന് അല്ലേ? ഇതിപ്പോ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 4.95 കൊടുക്കുക. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു 8 ലക്ഷത്തിന്റെ ഒരു പകുതിയിൽ നേർപകുതി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കൂടുതൽ അല്ലേ? ഏകദേശം ഒരു 60% ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. 4,95,000 രൂപ ഫുൾ ലോണിൽ, 1 രൂപ വേണ്ട. ഏകദേശം പ്രൊഫൈൽ വേണം കേട്ടോ, അത്യാവശ്യം ബാങ്ക് സ്റ്റേറ്റ്മെന്റും പ്രൊഫൈലും വേണം. അപ്പൊ നമുക്ക് ഞാൻ കഴിഞ്ഞു ഏകദേശം ഒരു 10,000-12,000 രൂപയൊക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി കൂടെ? ഒരു 12ന്റെ അടുത്ത് വരെ അടവ് വരും അല്ലേ? ഒരു മാസം 12,000 രൂപ എല്ലാ മാസവും തെറ്റാണ്ട് അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫുൾ ലോണിൽ ഇത് കൊണ്ടുപോകാം. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്ലീൻ വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ സാൻഡ്രോയിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ നിന്ന സമയത്ത് അങ്ങ് നിർത്തി കളഞ്ഞു അല്ലേ? പിന്നെ അൾട്ടോ 800 ആണ്, ന്യൂ ഷേപ്പ് ആണ്. ഇത് ഏതാ മോഡലൊക്കെ? 2018 VXi. 18 VXi സിംഗിൾ ഓണർ ആണ് വണ്ടി. 54,000 കിലോമീറ്റർ ഓട്ടം. 44,000 54,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ 2018 അൾട്ടോ 800 ആണ്. ഇത് ശരിക്കും ജെനുവിൻ ആണോ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ചെയ്യാറില്ല. അതെ അല്ലേ? ഹിസ്റ്ററി നോക്കിയാണോ നിങ്ങൾ? ഹിസ്റ്ററി ഉണ്ട്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലെ? ഒരു ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള മോഡൽ കൂടിയൊരു വണ്ടി നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പെട്രോൾ വണ്ടി, കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം അല്ലേ? അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. മൈലേജ് ഉണ്ടാവും അത്യാവശ്യം, ഒരു കംപ്ലൈന്റ് വരില്ല. ഒരു 18 എന്തായാലും കിട്ടൂല. 18-20 പെട്രോളില് 18 കിലോമീറ്റർ മൈലേജ് കിട്ടും കേട്ടോ. അതെന്തായാലും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ കംപ്ലൈൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല, അതും വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 2.80 കൊടുക്കാം. 2,80,000 രൂപ. 2018 വണ്ടി. 18 വണ്ടി VXi. നമുക്ക് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ ലോണും കിട്ടും അല്ലേ? 2.80 കൊടുക്കും 2018 വണ്ടി. അടിപൊളി. 2,80,000 രൂപയ്ക്ക് 2018 വണ്ടി കിട്ടും. വെറും 30,000 രൂപേന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുപോകാം അല്ലേ? പിന്നെ അതേ സെയിം സാധനം ഒരെണ്ണം കൂടി ഉണ്ട്, ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം. 2021 മോഡൽ LXi. ഓ, 21 ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഇതില് 2 ഡോർ വിൻഡോ വരും അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതിൽ VXiലും ഇതിലും എല്ലാത്തിലും AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് ഓട്ടം എത്രയാ? ഇത് 30,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ. ഇത് നമുക്ക് റേറ്റ്
3,40,000 രൂപ കൊടുക്കുക. 3,40,000 2021 വണ്ടി. 3 ലക്ഷം രൂപ ലോണും കൊടുക്കുക. 3 ലക്ഷം രൂപ ലോണും കൊടുക്കുക. അപ്പോൾ ഒരു 40,000 രൂപ വേണം അല്ലേ? അതെ അതെ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഏറ്റവും മോഡൽ കൂടിയ വണ്ടികളാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈസ്. അതായത് ഇത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അൾട്ടോ ഏറ്റവും മോഡൽ കൂടി 21 വണ്ടി അല്ലേ? ലാസ്റ്റത്തെ വണ്ടിയാണ്. കിലോമീറ്റർ 30,000 35 ആ റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത്. വേറെ ഒരു അപാകതയില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. കിളിക്കുഞ്ഞു വണ്ടി, ഷോറൂം കണ്ടീഷൻ അങ്ങനെ തന്നെ പറയാം കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം കട്ടയുള്ള ടയറാണ്, കുഴപ്പമൊന്നുമില്ല. 3,40,000 അല്ലേ? 3,40,000 ലാസ്റ്റ് റേറ്റ് ആട്ടോ. ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള വണ്ടിയായിരുന്നു. അതിൽ കൂടുതൽ റേറ്റ് ആയിരുന്നു. നമുക്ക് ഈ ഇയറിൽ പുതിയ എല്ലാ വണ്ടികളൊന്നും ചേഞ്ച് ചെയ്യാച്ചിട്ടാ. പഴയ വണ്ടികളൊക്കെ മാക്സിമം വില കുറച്ച് കൊടുക്കുക. അത് കാരണമാണ് ആ റേറ്റ് ഒക്കെ ഈ വണ്ടികൾ കിട്ടുന്നത്. അതെ അതെ. ഇത് രണ്ടും നിങ്ങൾ നോക്കിക്കോട്ടെ. ഇത് രണ്ടും ഒരിക്കലും വില കൂടുതലല്ല, നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. 21ഉം 18ഉം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ₹1 കയ്യിൽ നിന്ന് മുടക്കാണ്ട് ഒരു കിടിലൻ ഈക്കോ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന് മൾട്ടിപർപ്പസ് വണ്ടിയാണല്ലേ. അതായത് എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട്ടിലൊരു ഫാമിലി വണ്ടിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കച്ചവടത്തിന് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഒരു ക്യാമ്പർ വാനായിട്ട് ഉപയോഗിക്കാം. യാത്രകൾ പോവാം, ടൂർ പോകാൻ ഉപയോഗിക്കാം. എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് ഏതാ മോഡൽ? 2021 മോഡൽ, 21 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. അത്യാവശ്യം പുതിയ വണ്ടി തന്നെ പറയാം അല്ലേ? സിംഗിൾ ഓണർ വണ്ടി, ഒരു പെയിന്റ് പോലും ടച്ചിങ് ഇല്ല, ഒന്നുമില്ല. ഇത് ഒരു കേക്ക് പർപ്പസിന്റെ ഒരു ഓട്ടോ ആയിരുന്നു. കേക്ക് വെയിറ്റ് അധികം കൊണ്ടായിട്ടില്ല വണ്ടി. അതെ. അതായത് കേക്ക് വിൽക്കാനുള്ള ആൾക്കാരല്ലേ? ഓക്കെ, അങ്ങനത്തെ ഒരു പർപ്പസിന് ഓടിയ വണ്ടിയാണ്. പക്ഷെ വണ്ടി ഓവറോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. അതായത് സിംഗിൾ എയർ ബാഗ് വരുന്ന വണ്ടി അല്ലേ? 2020 ഏറ്റവും ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. ആ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. ഇത് എ സിയും പവർ സ്റ്റിയറിംഗും പവർ സ്റ്റിയറിംഗ് ഇല്ല. പവർ സ്റ്റിയറിംഗിന്റെ ആവശ്യമില്ല, ഇത് പ്രശ്നമില്ല. അതെ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു 80% മുകളിൽ ടയറും ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ് കേട്ടോ. വേറെ ഇടിച്ചിട്ടൊന്നുമില്ല, നീറ്റ് എന്തെങ്കിലും നമ്മൾ അപാകത ഉണ്ടെങ്കിൽ നമ്മൾ പറയും. അതെ. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 70,000 കിലോമീറ്റർ ഓട്ടം. 70 ഓടി അല്ലേ? അത്യാവശ്യം ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കേക്ക് ഓടിയില്ല. അതിന്റെ വെയിറ്റ് എന്താണെന്ന് അറിയാലോ. 1 കിലോ 2 കിലോന്റെ കേക്ക് ഓടിയുള്ള സാധനമാണ്. ഏകദേശം ഒരു 13-14 മൈലേജ് കിട്ടൂല. നമ്മുടെ ഒമിനിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് വേണേൽ പറയാം അല്ലെ? കുറച്ചുകൂടി വലിയൊരു വണ്ടി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 4,10 കൊടുക്കാം. 4,10 ലോൺ കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. ഓക്കെ, കിലോമീറ്ററിൻ്റെതായിട്ടുള്ള ചെറിയൊരു വ്യത്യാസത്തിൽ പ്രൈസ് ലേശം കുറയുന്നുണ്ട് അല്ലേ? ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടുന്നത്. എന്തായാലും ₹1 മുടക്കാണ്ട് 4,10,000 രൂപ ഫുൾ പൈസ ലോൺ കിട്ടും. ഏകദേശം ഒരു 9,000 രൂപ ലോൺ അടയ്ക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകാം അല്ലേ? ഏകദേശം കേട്ടോ, കറക്റ്റ് അല്ല, ഏകദേശം നിങ്ങൾക്ക് ആ ഒരു പൈസ വരും ലോണ്. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള അടിപൊളി ഒരു ബ്രസ അല്ലേ? ഇതേതാ മോഡലൊക്കെ? 2021 മോഡൽ. 21 ഇത് വേരിയന്റ് ZX അല്ലേ? ഇത് VXi ആണ്. VXi പ്ലസ് ആണെന്ന് തോന്നുന്നുണ്ട്. പ്രൊജക്ട് വരുന്നുണ്ട്, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, മിറർ ഫോൾഡർ വരുന്നുണ്ട്. ഈ VXi ഇതൊന്നും വരില്ലല്ലോ സാധാരണ. ഇതെല്ലാം ഉണ്ട് വണ്ടി. അതെ അല്ലേ? അതായത് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. ആ ഒരു ZXiന്റെ എല്ലാ സാധനവും ഉണ്ട് അല്ലേ? ചിലപ്പോൾ വല്ല സ്പെഷ്യൽ എഡിഷൻ എങ്ങാനും വന്നായിരിക്കും അല്ലേ? ഓക്കെ, നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാനായിട്ട്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 30,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ. 30,000 സിംഗിൾ ഓണർ അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി കാണാൻ തന്നെ. ഓവറോൾ നല്ല വൃത്തിയുണ്ട്. ഇത് പെട്രോൾ ആയതുകൊണ്ട് നമുക്കൊരു 12-13 ഒക്കെ പ്രതീക്ഷ പോരാ മൈലേജ്. മൈലേജ് നല്ല മൈലേജ് പറയണ്ടല്ലോ ഷോറൂം. എത്ര പറയുന്നത്? 20 ഒക്കെ പറയണ്ടല്ലോ. കിട്ടുമോ അതൊക്കെ? 16-17 പ്രതീക്ഷിക്കാം. പെട്രോളിൽ അല്ലേ? പെട്രോൾ കിട്ടേണ്ടതാണ്. എന്തായാലും നിങ്ങൾ നോക്കുക, നമ്മൾ പെട്രോൾ വണ്ടീന്റെ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അല്ലേ? ഇത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന കറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ഓടിക്കുന്നതിന് നിങ്ങളുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ അനുസരിച്ച് മാറ്റം വരും. ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു 30 സംതിങ് ഓടിയ ടയറാണല്ലേ? ഏകദേശം ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഉണ്ട്. ഒരു 10-50 കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് ഓടേണ്ടതാണ്. പിന്നെ ആക്സിഡന്റ് വേറെ ഒരു പ്രശ്നമില്ല. നീറ്റ് വണ്ടി. പുതിയ പറഞ്ഞ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോരുത്, ഇതെടുത്തോ. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? 8,70,000 ലോൺ കിട്ടും. 21 അല്ലേ മോഡൽ പറഞ്ഞത്? 2021 അല്ലേ? 8 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒരു 7 മാസം വണ്ടി. അതെ അല്ലേ? വേറെ ഒരു അപാകതയില്ലാത്ത ക്ലീൻ വണ്ടി. ഓക്കെ, എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. 8,75,000 രൂപ അല്ലേ? 8 ലക്ഷം രൂപ ലോൺ കിട്ടും. 75,000 രൂപ ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആവൂലേ? ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 75 രൂപേന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. ഒന്ന് നോക്കിക്കോളൂ. ഏറ്റവും പുതിയ മോഡലുള്ള ഒരു പെട്രോൾ സിറ്റി അല്ലേ? ഹോണ്ട സിറ്റി ആണ്. ഇത് ഏതൊക്കെ മോഡൽ? 2020 മോഡൽ ന്യൂ ഷേപ്പ്. 20 മോഡൽ ന്യൂ ഷേപ്പ് ആണ്. 30,000 കിലോമീറ്റർ ഓട്ടം. സെക്കൻഡ് ഓണർ, റീപ്ലേസ് ഒന്നുമില്ല. പെട്രോൾ വണ്ടി അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് V ആണോ ഓപ്ഷൻ വരുന്നത്? V ആണ്. ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, കീലസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് എന്നിങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും വരും.
വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്, ഒരു ടച്ചപ്പ് പോലും കയറാത്ത വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ അറിയാട്ടോ നമുക്ക്. ഇന്റീരിയർ ആ ഒരു സീറ്റൊക്കെ ഭയങ്കര ലക്ഷറി തന്നെയാണ് അല്ലേ? കമ്പനി വരുന്ന സീറ്റാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നത്. അതെ സകല സാധനം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഓൺ റോഡ് 15 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. 15 ഇപ്പോൾ വിലയുണ്ട്. 10 ലക്ഷം രൂപ കൊടുക്കാം. 10,50,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ചെറിയ ലാസ്റ്റ് നമുക്ക് 10 ലക്ഷം ലോണും കൊടുക്കാം. അപ്പോൾ ഒരു 50,000 രൂപ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുതുപുത്തൻ വണ്ടിയാണ്. വെറും 30,000 ഓടിയിട്ടുള്ളൂ. ഒരു ആക്സിഡന്റോ ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ധൈര്യമായിട്ട് കൊടുക്കാം. അടിപൊളി. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ലോണിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഒരു സിയാസ് അല്ലേ? സിയാസ് 2018 ഹൈബ്രിഡ് ആണ്. പെട്രോൾ ആണ് അല്ലേ? എന്തായാലും ഒരു 16-17 ഒക്കെ മൈലേജ് കിട്ടൂല. 16-17 മൈലേജ് കിട്ടും ഹൈബ്രിഡ് ആയതുകൊണ്ട്. 18 മോഡൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടം 79 അല്ലേ? ആ കിലോമീറ്ററിന്റെ നോർമൽ ഓട്ടം തന്നെ പറയാം. കാര്യമായിട്ട് കൂടുതലൊന്നും പറയാനില്ല. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? ഇത് ഡെൽറ്റ. ഒരു മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം അല്ലേ? അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ വരും. അലോയ് വീൽസ് ഉണ്ടാവില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70% ഉണ്ട്. ഇതിന്റെ ഇന്റീരിയർ അടിപൊളിയാണ് അല്ലേ? ഇതൊക്കെ ചെയ്താന്ന് തോന്നുന്നില്ല നമ്മള്. സീറ്റ് കവറൊക്കെ, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ചെറിയ ടച്ചപ്പ് വന്നിട്ടുണ്ടാവും അല്ലേ? ടച്ചപ്പ് ബമ്പർ പെയിന്റ് ചെയ്ത് എന്തായാലും ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത്ര ഓടിയ വണ്ടി ആയതുകൊണ്ട് ടച്ചപ്പ് കാര്യമായിട്ട് തന്നെ വരും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ അല്ലേ? ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 6,25,000 കൊടുക്കാം. ഒരു 6 ലക്ഷം വരെ ലോൺ കിട്ടും വണ്ടിക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇപ്രാവശ്യം ലോൺ ഇഷ്ടം പോലെയാണ് അല്ലേ? 50 രൂപയുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഒരു വിധമുള്ള വണ്ടികളൊക്കെ ഇറക്കി കൊടുക്കാം അല്ലേ? എല്ലാ വണ്ടികൾക്കും ഏകദേശം ഈ ഒരു പറഞ്ഞ പ്രൈസ് മതി. 6,25,000 രൂപയാണ് 2018 ഹൈബ്രിഡ് വണ്ടിക്ക് ചോദിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏതാ സ്വിഫ്റ്റിന്? സത്യമല്ലേ? ആ വിലക്ക് ഇത്രയും വലിയ വണ്ടി കിട്ടും. പിന്നെ ഈ ഒരു സാധനത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ കംഫർട്ടാണ്. യാത്ര ചെയ്യാനുള്ള കംഫർട്ട് ഒരു രക്ഷയില്ല. പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് പറയുകയും വേണ്ട കേട്ടോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. 25,000 രൂപ കൊണ്ട് വന്നാൽ കൊണ്ടുപോകാം. 2017 മോഡൽ അല്ലേ? ഇത് പെട്രോൾ ആണോ? പെട്രോൾ. അവിടെയാണ് ചെറിയൊരു വിഷയം വരുന്നത്. മൈലേജ് ഒരു 16 ആണല്ലേ? മൈലേജ് ലേശം കുറവായിരിക്കും. എനിക്ക് ബേസ് ആണെന്ന് തോന്നുന്നല്ലോ. ബേസ് മോഡലാണ്. ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. E+ ആണ് കേട്ടോ വണ്ടി. മോഡല് 2016 E+ ആണ്. പക്ഷെ അലോയ് വീൽസ് കാര്യങ്ങളും വരില്ല. ബോഡി വൈസ് വണ്ടി നീറ്റ് ആണ് കേട്ടോ. ഇത് എത്ര ഓടിയുണ്ട്? 60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി. അതെ. ഈ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 12, 13, 14 15 കിട്ടും. അത്രയും കിട്ടുള്ളൂ. മാക്സിമം നിങ്ങൾ മൈലേജ് അത്ര പ്രതീക്ഷ മതി. ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ക്വാളിറ്റി വണ്ടിയാണ്. പക്ഷെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. ഇത് ബേസ് ആണെങ്കിലും സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടച്ച് സ്ക്രീൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കമ്പനി വരുന്നത് തന്നെയാണ് അല്ലേ? ചെറിയൊരു സ്ക്രീൻ അതിൻ്റെ തിരിപ്പുണ്ട്. ടയർ ഭാഗങ്ങൾ കുറച്ച് കുറവാണ്. ടയർ ഏകദേശം ഒരു 60%. ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളത് മാറേണ്ടി വരും. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? നമുക്കൊരു 7.5 കൊടുക്കാം. 7.5 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 7 ലക്ഷം രൂപ ലോൺ കിട്ടും. 50,000 രൂപ മതി കേട്ടോ. 2016 വണ്ടി, ലോ കിലോമീറ്റർ, പെട്രോൾ വണ്ടി ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു മെച്ചമുണ്ട്. ചെറിയ ഓട്ടക്കാർക്കാണെങ്കിൽ സുഖമായിട്ട് എടുക്കാം അല്ലേ? അതെ. കംപ്ലൈന്റ്സ് ഒന്നും വരില്ല. അതാണ് ഗുണം. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്വാളിറ്റി ഉണ്ട്. വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ എല്ലാ സാധനവും വരുന്നുണ്ട് അല്ലേ? ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി കാണിച്ചു തരാം. അവസാനത്തെ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഡീസൽ വണ്ടി അല്ലേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കുറേ വണ്ടികൾ കാണിച്ചു കേട്ടോ. ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. ഏതെങ്കിലും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ. കൂടുതലും ഡീസൽ വണ്ടികളല്ലേ കാണിച്ചത്? നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ. അപ്പോൾ എന്തായാലും സ്വിഫ്റ്റ് ഡീസൽ എന്താ മോഡലൊക്കെ? 2019 മോഡൽ. 19 ആണ്. 56,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. 19 ഡീസൽ 56 എന്നൊക്കെ പറഞ്ഞാൽ ലോ കിലോമീറ്റർ എന്ന് പറയാം അല്ലേ? അതായത് ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ 25 കിലോമീറ്റർ കൺഫേം മൈലേജ്. അതിന്റെ ഇറങ്ങിയുള്ള ടയറാണ് കിടക്കുന്നത്. അതെ. ടയർ ലേശം കുറവുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ അകത്ത് അത്യാവശ്യം ഉണ്ടല്ലോ കട്ട. ഇവിടെ ഈ സൈഡും കുറവാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു 10-15,000 കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് ഓടാം. അത് കഴിഞ്ഞിട്ട് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. VDI ആണല്ലേ? നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും അല്ലേ? ബേസിക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ടാവും. ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഇന്ന് എടുക്കുന്ന പൈസക്ക് അടുത്ത കൊല്ലം വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം. 20 മേലെ മൈലേജ് കിട്ടും. അതെ.
ഇത് നമുക്ക് എന്താ ഇപ്പൊ പ്രൈസ് നമുക്ക് ഒരു 6,90 കൊടുക്കാം. 2018 വണ്ടി അല്ലേ? 19 വണ്ടി 6,90,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആവുമോ? എന്തായാലും ചെയ്ത് കൊടുക്കാം, ചെയ്ത് കൊടുക്കാം അല്ലേ? പിന്നെ ഇതിനിപ്പോൾ അത്രയും മാർക്കറ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആ റേറ്റ് ഒക്കെ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ട് പേടിക്കൊന്നും 6 ലക്ഷം രൂപ ലോണും കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം. നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിൽ ഇത്രയും സമയം കാണിച്ച വണ്ടികളിൽ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ ഹുസൈൻ ഖാനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയുടെ മേലെ ഭാഗത്ത് എഴുതി കാണിക്കുന്നത്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഇത് നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ. ഇത് ഗുരുവായൂർ മമ്മിയൂര്. ഇവിടെ ഒരു LF കോളേജ് ഉണ്ട്, ലിറ്റിൽ ഫ്ലവർ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ പമ്പ് ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് നമ്മളെ അതിനോട് ചേർന്ന് തന്നെയാണ്. ആ ഹൈവേ സൈഡിൽ തന്നെയാണ്. ഇതുവഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് കൊടുത്തേക്കാം അല്ലേ? ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് രാത്രി സമയത്തൊക്കെ ചിലപ്പോ ഉറങ്ങണ സമയത്ത് വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ ഗൾഫിലൊക്കെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും രാത്രി സമയത്തായിരിക്കും കൂടുതലായിട്ടും വിളിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മെസ്സേജ് അയച്ചിട്ടോ പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും വണ്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വന്ന് എടുത്തോ. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യല്ലേക്കാ. അടുത്തൊരു സ്റ്റോക്ക് എന്തായാലും വരും അടുത്ത് തന്നെ. അപ്പോൾ അതുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.